ജോർജിനോട് പരാതി പറഞ്ഞ താത്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം തുടരുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. ഇപ്പോൾ പോലീസ് ആ പ്രവർത്തകരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കാണുന്നത്. പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് നീക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് നടന്നത്. പ്രതിഷേധക്കാരെ പോലീസ് അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് മാറ്റുന്നു. ഇന്നലെയും പ്രതിഷേധമുണ്ടായി. ആരോഗ്യമന്ത്രി എത്തിയപ്പോൾ താത്കാലിക ജീവനക്കാർ തങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല എന്ന പരാതി പറയാൻ എത്തുമ്പോൾ അവർക്ക് എതിരെ കേസെടുത്ത നടപടി, അതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, ഇപ്പോൾ പ്രതിഷേധക്കാരെ പോലീസ് അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. അനുജ, പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് ഇപ്പോൾ നീക്കിയിരിക്കുകയാണ്. പൂർണ്ണമായും ഏതാണ്ട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ബസ്സിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രവർത്തകർ അറസ്റ്റ് വരിക്കാൻ തയ്യാറാവാതെ വന്നതോടെയാണ് പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് മുസ്ലിം യൂത്ത് ലീഗ് മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഈ പ്രിൻസിപ്പലിന്റെ ഓഫീസ് ഉപരോധിക്കാൻ വേണ്ടിയായിരുന്നു പ്രവർത്തകർ എത്തിയതെങ്കിൽ അതിന്റെ ഓഫീസിന്റെ മുൻപ് തന്നെ പോലീസ് സമരക്കാരെ തടഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ഏറെ നേരം പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളും സംഘർഷവും ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാണ് അരമണിക്കൂർ നീണ്ട ഉപരോധത്തിനൊടുവിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയതായിരുന്നു ആരോഗ്യമന്ത്രി. ആ സമയത്താണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരൊക്കെ തന്നെ ഈ ശമ്പളം ലഭിക്കാത്തത് മൂലം പരാതി പറയാനായി മന്ത്രി വീണ ജോർജിന് അരികിലേക്ക് എത്തിയത്. അത് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പോലീസും പ്രവർത്തകരും ഒക്കെ ഇടപെട്ടവർ കൂടി ബഹളത്തിലേക്ക് മാറുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് മഞ്ചേരി പോലീസ് ഈ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടിയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. കാരണം തങ്ങൾ അധ്വാനിച്ച്, തങ്ങൾ ഇത്രയും ദിവസം രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ പണം ചോദിച്ചതിന് എന്തിന് കേസെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്നൊരു ചോദ്യം. ഇതോടുകൂടി കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധത്തിനായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജ് ഇറങ്ങിയതെങ്കിൽ ഇന്ന് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പറയുന്നത് ഈ താൽക്കാലിക ജീവനക്കാർ രണ്ട് വിഭാഗമാണുള്ളത്. ഒന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ശമ്പളം നൽകേണ്ട ജീവനക്കാരുണ്ട്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ശമ്പളം നൽകേണ്ട ജീവനക്കാരുണ്ട്. മറ്റൊന്ന് സർക്കാർ നൽകേണ്ട ജീവനക്കാരുണ്ട്. അതിൽ ഈ മുനിസിപ്പാലിറ്റി നൽകേണ്ട ശമ്പളം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മുനിസിപ്പാലിറ്റി വ്യക്തമാക്കുന്നത്. പിന്നീട് ശമ്പളം നൽകാനുള്ളത് സർക്കാർ നൽകേണ്ടവരാണെന്നും പറയുന്നു. ഇതോടുകൂടി ആരാണ് ശമ്പളം നൽകേണ്ടത് എന്നുള്ള രാഷ്ട്രീയ കുഴപ്പവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ സമരമൊക്കെ തന്നെ നടക്കുന്നതും അതൊരു സംഘർഷത്തിലേക്ക് മാറുന്നതും. സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ പ്രിൻസിപ്പൽ നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത്. ഏതായാലും ആ സംഭവത്തിലാണ് പ്രതിഷേധം വ്യാപകമാകുന്നത്. അല്പസമയം മുൻപ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ പോലീസ് അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കി.